BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ലെൻസസ് ആൻഡ് ഫ്രെയിംസ് കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. റോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, മാരിയിൽ കിളിങ്ക്, തൊടുപുഴ. ഒരു കൊച്ചു സ്വർഗത്തിലേക്ക് വരുന്നോ നിങ്ങൾ? അതിരുകളില്ലാത്ത സ്വപ്ന ഭവനങ്ങൾ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ കൗൺസിലിൽ വീണ്ടും കലുഷിതമായി. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര യോഗത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. മർച്ചന്റ്സ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വ്യാപാരികൾക്കായി പഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെതിരെ പരാതി നൽകി മുസ്ലിം യൂത്ത് ലീഗ്. കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. മുട്ടത്തെ വ്യാപാര രംഗത്ത് സുവർണ ജൂബിലി നിറവിലെത്തിയ KA പരീദ് ഖാനാപുരത്തിന്റെ ജൂബിലി ആഘോഷം നടത്തി. ചടങ്ങിൽ PG ജോസഫ് MLA കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭാ കൗൺസിൽ വീണ്ടും കലുഷിതമായി. വ്യാഴാഴ്ച അടിയന്തര യോഗം ചേർന്നിരുന്നു. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ തെരുവുകൾക്ക് കത്താത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. മഴ കാരണമാണ് മെയിന്റനൻസ് നടത്താൻ കഴിയാത്തതെന്ന് ചെയർമാൻ നിലപാടെടുത്തു. കരാറെടുത്ത കോൺട്രാക്ടർ മഴ കുറഞ്ഞാൽ മെയിന്റനൻസ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഒരു വാർഡിലേക്ക് മെയിന്റനൻസ് രണ്ടാം റൗണ്ട് വരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മഴ തുടങ്ങിയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ലൈറ്റിന്റെ വർക്ക് എടുത്തിരിക്കുന്നയാള് ഇന്ന് ഇവിടെ സ്ഥലത്തുണ്ട്. അയാള് നാളെ മഴയില്ലെങ്കിൽ നാളെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. സകല ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആയിട്ട് ഞാനുമായിട്ട് സംസാരിച്ചു. മഴയില്ലെങ്കിൽ ഈ മഴയത്തെ ഇല്ലാതെ മഴയായതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴത്തേക്കാണ് ബുദ്ധിമുട്ടുണ്ട്. നാളെ മഴയില്ലെങ്കിൽ നാളെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ആളുകളുടെ സ്ഥലത്തുണ്ട്. 23, 21 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിലെ ഓട നന്നാക്കിയത് 23-ാം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലാണെന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന രീതിക്കെതിരെ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ് എതിർപ്പ് പ്രഖ്യാപിച്ചു. എന്നാൽ ചട്ടമനുസരിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഏത് പ്രദേശത്തെ കാര്യത്തിലും ഇടപെടാൻ കഴിയുമെന്ന് കൗൺസിലറായ ജിതേഷ് C പറഞ്ഞു. തന്റെ വാർഡിലെ ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴിയായതുകൊണ്ട് വിഷയം പല പ്രാവശ്യം ചെയർമാന്റെയും മറ്റ് അധികാരികളുടെയും മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓട പൊളിക്കാൻ JCB വന്നപ്പോൾ വാർഡ് കൗൺസിലർ അവിടെ ഇല്ലാത്തത് കൊണ്ട് താൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും ജിതേഷ് പറഞ്ഞു. 21, 23 വാർഡുകളിലെ റോഡുകളിലൂടെയാണ് വെള്ളം പോകുന്നതെങ്കിലും കൂടുതൽ നടക്കുന്നത് 22-22 വാർഡിലെ ആൾക്കാരാണ്. എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വെള്ളത്തിലാണ് പോകുന്നത്. 3 വർഷമായി സ്ഥിരമായിട്ട്. അപ്പൊ ചെയർമാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ബന്ധപ്പെടുകയും ചെറിയ ഓർഡർ ചെയ്യുകയും ചെയ്തു. JCB-ക്കാരൻ അവിടെ വന്നു, എന്നെ വിളിച്ചു, എന്റെ ഫ്രണ്ടായിട്ട്. ചെയർമാൻ പറഞ്ഞ ഐഡിയ എന്താണെന്ന് വെച്ചു. ഞാൻ അവിടെ ചെയ്തു. ആ ഐഡിയ പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് JCB-ക്കാണെന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വിഷമമാണ് ഈ വന്നിട്ടുണ്ട്. അവര് പോസ്റ്റ് ചെയ്തു അന്നത്തെ വിട്ടു. അതിന് ആൾക്കാരുടെ വിഷമം എനിക്കല്ലേ. വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെതിരെ പരാതി നൽകി മുസ്ലിം യൂത്ത് ലീഗ്. മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ തുടരുന്ന PC ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. തനിക്കെതിരെ കേസെടുത്താൽ പോലും പ്രശ്നമില്ലെന്നും PC ജോർജ് പറഞ്ഞു. നിലവിൽ പരിപാടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കേണ്ടതുണ്ടെങ്കിൽ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. മുൻ പൂഞ്ഞാർ MLA PC ജോർജ് കാലങ്ങളായി വർഗീയ പരാമർശം തുടങ്ങുകയാണ്. അദ്ദേഹത്തെ
പോലീസ് അറസ്റ്റ് ചെയ്ത് 14-15 ദിവസം റിമാൻഡ് ആവുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്തതാണ്. ശേഷവും സർക്കാരിനെയും കോടതിയിലെയും വെല്ലുവിളിച്ചുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ തുടരുന്ന സമീപനമാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ പരാതിയിലും ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റു മതക്കാരെ ജീവിക്കാൻ സമ്മതിക്കാത്ത സമീപനം സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ വർഗീയ പ്രശ്നങ്ങൾക്ക് മൊത്തം മുസ്ലിം എന്ന ഒരു പേരുള്ള ഒരു സമുദായമാണ് കാരണക്കാരെന്നുള്ളതാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. അത്തരം സമീപനങ്ങൾ തൊടുപുഴയിൽ സംസ്ഥാനം തൊടുപുഴയിൽ ഉണ്ടാവാൻ യൂത്ത് ലീഗ് തൊടുപുഴയിൽ സമ്മതിക്കില്ല. ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇരട്ടച്ചങ്കടം എന്ന് പറഞ്ഞ പിണറായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തൊടുപുഴയിൽ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി തൊടുപുഴയിൽ മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് പറയാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന വൈദ്യുത സുരക്ഷാ വാരത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം അറക്കുളത്ത് സംഘടിപ്പിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിനി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിജയകുമാർ KP അധ്യക്ഷത വഹിച്ചു. മറ്റ് നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ സംസ്ഥാനമൊട്ടാകെ ആചരിക്കുന്ന വൈദ്യുത സുരക്ഷാ വാരത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം അറക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിജയകുമാർ KPയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം അറക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ മഴയത്ത് നമ്മൾ ഇവരുടെ കഷ്ടപ്പാട് നമ്മൾ കണ്ടതുകൊണ്ട് തീർച്ചയായും അവർക്കുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. രോഗമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇന്ന് എന്തെല്ലാം അസുഖങ്ങളാണ്. അപ്പം നമ്മളെല്ലാം ഒരു മാനസിക പരിഗണന എല്ലാവർക്കും എല്ലാ ഫീൽഡിലേക്കും നമ്മൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇന്നത്തെ നമ്മുടെ ഈ വാരാചരണം നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം നമുക്കൊരു അഭിമാനകരമായ നിമിഷമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ KSB എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരായ ഈ മഴയും പിടിച്ചുകൊണ്ട് ഞാൻ ഇത്ര ആൾക്കാരെ പോലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ പോലും നല്ല രീതിയിൽ സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ നല്ല നമുക്ക് അറിവുകൾ ഇത് പകർന്നു വരാൻ വേണ്ടി എല്ലാവരും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടുന്ന സമയം ഒട്ടും കളയാതെ നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ദീപ്രാൻ ജോസ് സ്വാഗതം ആശംസിച്ചു. മൂലമറ്റം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജനറേഷൻ സർക്കിൾ മനോജ് ഗോപാൽ, മൂലമറ്റം വ്യാപാര വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റ് അജി കുന്നത്ത്, കുടുംബശ്രീ ചെയർപേഴ്സൺ നിസ ജോൺസൺ, പഞ്ചായത്ത് മെമ്പർ സുശീല ഗോപി എന്നിവർ ആശംസകൾ നേർന്നു. ജൂനിയർ സൂപ്രണ്ട് ജോസഫ് PJ കൃതജ്ഞത രേഖപ്പെടുത്തി. മൂലമറ്റം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MV മനോജ്, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിജയകുമാർ KP എന്നിവർ പരിശീലന ക്ലാസുകൾ നയിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറയിൽപ്പെട്ട അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ചോർന്നൊലിക്കുന്ന വീട്ടിൽ പിന്നോക്ക വിഭാഗത്തിലെ നിർധന കുടുംബം ദുരിതത്തിൽ. വാത്തിക്കുടി പഞ്ചായത്തിൽ 12ാം വാർഡിൽ പ്രകാശിലാണ് പഞ്ചായത്ത് ദത്തെടുത്ത ചേലപ്പാട്ടിൽ ലിസിയും കുടുംബവും ദുരിതമനുഭവിക്കുന്നത്. 2005 ആശ്രയ പദ്ധതിയിൽ ലഭിച്ച വീടാണ് ഇപ്പോൾ വൻ അപകടാവസ്ഥയിലുള്ളത്. നിരാലംബരായ പ്രകാശ് ചേലപ്പാട്ടിൽ മേരിയെയും മകൾ ലിസിയെയും വാത്തുക്കുടി പഞ്ചായത്ത് ദത്തെടുത്തിരുന്നു. മറ്റ് ആശ്രിതരാരുമില്ലാത്തതിനെ തുടർന്നാണ് ഇവരെ പഞ്ചായത്ത് ഏറ്റെടുത്തത്. പിന്നീട് 2005 ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് വീടും വെച്ച് നൽകി. എന്നാൽ വർഷം 20 കഴിഞ്ഞിട്ടും വീട് പൂർണ്ണമായും പണി തീർത്ത് നൽകാതെ വന്നതോടുകൂടി ഇപ്പോൾ പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമെത്തി. മേരി മരിച്ചതോടുകൂടി ഒറ്റപ്പെട്ടു പോയ മകൾ ലിസി പിന്നീട് വിവാഹിതയാകുകയും ഇപ്പോൾ ഭർത്താവും ഒന്നിച്ച് ഇതേ വീട്ടിലാണ് താമസവും. ഇരുവരും രോഗികളുമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് ഇവർക്ക്. പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന വീട് ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലുമാണ്. പഞ്ചായത്തും അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളും ഇവർക്ക് വീടിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടും തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. വീടില്ല, തീരെ കരിയാണെങ്കിൽ തീരെ പറ്റിയല്ല. ഞങ്ങൾ വെള്ളത്തിലാണ് കഴിയുന്നത്, യാതൊരു ആശ്രയവും ഇല്ല. വെള്ളം ഭയങ്കരമായിട്ട് പെരുമാറ്റാനും പോലും നോക്കിയില്ല. പാചകം ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ നിന്നാണ്. ഇനി കാലുവേദനയാണ് അനുഭവപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഈ വീടിനെ പറ്റി എന്താ ചെയ്യുന്നത്? ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത്, കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്ത്, യാതൊരു മറുപടിയും കിട്ടുന്നില്ല. മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുവാനെങ്കിലും വാത്തിക്കുടി പഞ്ചായത്ത് അധികൃതർക്ക് കഴിയണം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി കൌൺസിലർ ബിന്ദു മനോജ് ക്ലാസ് നയിച്ചു.
കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമുൽ ഷാജി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പുഷ്പ വിജയൻ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി കൌൺസിലർ ബിന്ദു മനോജ് ക്ലാസുകൾ നയിച്ചു. മെമ്പർമാരായ ബൈജു വറവങ്കൽ, AN ദിലീപ് കുമാർ, ബിബിൻ അഗസ്റ്റിൻ, സന്തോഷ് കുമാർ, ജിസ് ആയത്തുപാടം, ടെസി വിൽസൺ, സെക്രട്ടറി അഗസ്റ്റിൻ VA എന്നിവർ ആശംസകൾ അറിയിച്ചു. RP റഷീദ, ഷാഹുദ്ദീൻ, CDS മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കനത്ത മഴയിൽ കുളമാവ് മൂലമറ്റം കട്ടപ്പന മെയിൻ റോഡിൽ 80 ഇഞ്ച് വണ്ണമുള്ള വാഗമരം റോഡിനു കുറുകെ ഇലക്ട്രിക് ലൈനിലുമായി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മൂലമറ്റം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ചെയിൻസോ, റോപ്പ്, ക്രോസ് ബാർ എന്നിവയുടെ സഹായത്താൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പോലീസ്, KSEB അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. മുട്ടത്തെ വ്യാപാര രംഗത്ത് സുവർണ ജൂബിലി നിറവിലെത്തിയ KA പരീത് കാനാപ്പുറത്തിന്റെ ജൂബിലി ആഘോഷം വിപുലമായി നടത്തി. ചടങ്ങിൽ PG ജോസഫ് MLA കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുട്ടത്തെ വ്യാപാര രംഗത്ത് സുവർണ ജൂബിലി നിറവിലെത്തിയ KA പരീത് കാനാപ്പുറത്തിന്റെ ജൂബിലി ആഘോഷ പരിപാടികൾ കാനാപ്പുറം ബിൽഡിംഗിൽ സംഘടിപ്പിച്ചു. PJ ജോസഫ് MLA കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടുകൊണ്ട് ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, KHFA പ്രസിഡന്റ് MN ബാബു, KVVES മുട്ടം യൂണിറ്റ് പ്രസിഡന്റ് വിജു C ശങ്കർ, ജില്ലാ ട്രഷറർ R രമേശ്, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സെബാസ്റ്റ്യൻ ചിറ്റാട്ടിൽ, മുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ദാനിയേൽ, തുടങ്ങനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡായി കൊടുങ്കയത്തിൽ, മുട്ടം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് KD സുകുമാരൻ, വാർഡ് മെമ്പർ റെജി ഗോപി, വ്യാപാരി സുഹൃത്തുക്കൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവയ്ക്ക് സമീപം ചേലക്കുളം എന്ന സ്ഥലത്ത് 1948 കാനാപ്പുറത്ത് അബ്ദുൾ റഹ്മാൻ സെയ്തുമ ദമ്പതികളുടെ ഏക മകനായാണ് KA പരീത് കാനാപ്പുറത്തിന്റെ ജനനം. പിതാവിന്റെ കച്ചവടം മുട്ടത്തായതിനാൽ 1949 കുടുംബം മുട്ടത്ത് താമസമാക്കി. 1975 പരീത് സ്വന്തമായി വ്യാപാരം തുടങ്ങി. 1980-81 കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാരിയിൽ കൃഷ്ണൻ നായരോടൊപ്പം ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അങ്ങനെ ജില്ലാ കൌൺസിലിൽ എത്തുകയും ആ പദവിയിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ്, ജമാഅത്ത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, മുട്ടം ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ്, സ്കൂൾ PTA മെമ്പർ, KVVES തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഭാര്യ കൗസ പരീത്, സിൻഡില്ല KP, അമീർ ഖാൻ KP, അഖില ബീഗം, അൻസി ബീഗം എന്നിവരാണ് മക്കൾ. മരുമകൻ ഷബാന അമീർ ഖാൻ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം രൂപതാ ദിനം ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാളിയാർ ഫൊറോന വികാരി അറിയിച്ചു. കോതമംഗലം രൂപതാ ദിനാഘോഷം 28-ാം തീയതി ശനിയാഴ്ച
കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 സമൂഹ ബലിയോടെ ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോതമംഗലം രൂപതാ ദിനം ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാളിയാർ ഫൊറോന വികാരി അറിയിച്ചു. കോതമംഗലം രൂപതാ ദിനാഘോഷം 28-ാം തീയതി ശനിയാഴ്ച കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 സമൂഹ ബലിയോടെ ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനവും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ മുഖ്യാതിഥിയായിരിക്കും. മാർ ജോർജ് പുന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. രൂപതയിലെ വൈദികർ, കൈക്കാരന്മാർ, ഭക്തസംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ 100 കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കും. രൂപതയ്ക്ക് വേണ്ടി ത്യാഗോജ്വല സേവനങ്ങൾ നടത്തിയ ആത്മായ വൈദിക സന്യാസ പ്രതിനിധികളെ ചടങ്ങിൽ ആദരിക്കും. രൂപതാ ദിനത്തിലുള്ള എല്ലാ ഒരുക്കവും പൂർത്തിയായതായി സെന്റ് റീത്താസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ അറിയിച്ചു. കോതമംഗലം രൂപതാ ദിനം ജൂൺ മാസം 28-ാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുകയാണല്ലോ. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ദിവ്യബലിയോടുകൂടി ആരംഭിച്ച് അഭിമന്യ കോതമംഗലം രൂപതാമിത്രൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ ബലിയർപ്പിച്ച് അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുസമ്മേളനത്തോടു കൂടിയാണ് രൂപതാ ദിനം സമാപിക്കുന്നത്. പൊതുസമ്മേളനത്തിൽ ഗസ്റ്റായിട്ട് വരുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത മാർ ജോസഫ് പുളിക്കൽ പിതാവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ 2ാമത്തെ മെത്രാനായ മാർ ജോർജ് പുന്നക്കോട്ടിലും സാന്നിധ്യവും ഉണ്ടാവും. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പിതാവാണ്. അങ്ങനെ വിവിധ കലാപരിപാടികളോടുകൂടി രൂപതാ ദിനം നടത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ രൂപതയിൽ നിന്നും ഒരു വൈദികനെയും ഒരു സിസ്റ്ററിനെയും ഒരു ആത്മാവിനെയും വിശിഷ്ട സേവനത്തിന് ആദരിക്കുന്ന ചടങ്ങ് കൂടി അതോടൊപ്പം നടക്കുന്നുണ്ട്. വിവിധ കലാപരിപാടികളോടെ അവസാനിച്ച് അതിനുശേഷം സ്നേഹവിരുന്നോടുകൂടി രൂപതാ ദിനം സമാപിക്കുന്നതാണ്. വൈകുന്നേരം ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി രൂപതാ ദിനം അവസാനിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വ്യാപാരികൾക്കായി പഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് ഇത്തരത്തിൽ ക്രമീകരണം ഒരുക്കിയതെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അറിയിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വ്യാപാരികൾക്കായി പഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ക്രമീകരണം ഒരുക്കിയതെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ണപ്പുറം യൂണിറ്റും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന പഞ്ചായത്ത് ലൈസൻസ് അദാലത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ പോയി വ്യാപാരികൾക്ക് പല പ്രാവശ്യം ചെന്ന് ലൈസൻസ് ശരിയാക്കുന്നതിനുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വണ്ണപ്പുറം മർച്ചൻ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഇതുപോലെയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പിനോടനുബന്ധിച്ച് തന്നെ പീഡിക തൊഴിലാളി രജിസ്ട്രേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ വണ്ണപ്പുറത്തെ 400ഓളം വരുന്ന വ്യാപാരികൾക്ക് അവർക്ക് ലൈസൻസ് എടുക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രതിജ്ഞാബദ്ധമായ വണ്ണപ്പുറം മർച്ചൻ്റ് അസോസിയേഷൻ എല്ലാ വർഷവും നടത്തുന്ന ക്യാമ്പിൻ്റെ ഭാഗമായാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വ്യാപാരികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും വണ്ണപ്പുറം മർച്ചൻ്റ് അസോസിയേഷൻ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ജനറൽ സെക്രട്ടറി നൌഷാദ് മലനാട്, ട്രഷറർ പ്രിൻസ് MG, സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു കുന്നത്തുശ്ശേരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, റഷീദ് തോട്ടുങ്കൽ, ഹാരിസ് തോട്ടുങ്കൽ, സഹീർ വാണിയപുരയിൽ, ബിനിൽ സോന, ഉഷാരാജൻ, ബെക്സി തോമസ്, സൗമ്യ ജനീഷ്, ശ്രീകാന്ത് സിദ്ധാർത്ഥൻ, ജോണി പാലയിൽക്കുടി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേമനിധി രജിസ്ട്രേഷനും നടന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കൂലി ചോദിച്ചെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പല്ലാരിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലൈവുഡ് കമ്പനിയിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി. AC മെക്കാനിക്കായ യുവാവ് AC ഫിറ്റ് ചെയ്ത കൂലി ചോദിക്കാൻ എത്തിയപ്പോഴായിരുന്നു 5-അംഗ സംഘം ആക്രമിച്ചത്. പ്രശ്നമറിഞ്ഞെത്തിയ CPIM കുടമുണ്ട ബ്രാഞ്ച് സെക്രട്ടറി VP ബഷീറിനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു. പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോത്താനിക്കാട് പോലീസ് തടഞ്ഞു. പ്രതിഷേധ യോഗം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. കൂലി ചോദിച്ചെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് 13-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇഞ്ചക്കുടിയിൽ പ്ലൈവുഡ് കമ്പനിയിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി.
AC മെക്കാനിക്കായ യുവാവ് AC ഫിറ്റ് ചെയ്ത കൂലി ചോദിക്കാൻ എത്തിയപ്പോഴായിരുന്നു 5-അംഗ സംഘം അക്രമം അഴിച്ചുവിട്ടത്. പ്രശ്നം അറിഞ്ഞെത്തിയ CPIM കുടമുണ്ട ബ്രാഞ്ച് സെക്രട്ടറി VP ബഷീറിനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കും കാലിനും പുറത്തിനും പരിക്ക് പറ്റിയ AC മെക്കാനിക്കും CPIM കുടമുണ്ട ബ്രാഞ്ച് അംഗവുമായ KM കബീർ കോതമംഗലം ബസേലിയോസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. VP ബഷീറിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. കുടമുണ്ട കവലയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോത്താനിക്കാട് പോലീസ് തടഞ്ഞു. CPIM പ്രവർത്തകരെ കൂടാതെ നിരവധി നാട്ടുകാരും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. പ്രതിഷേധക്കാർ ഗേറ്റ് തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് വഴിയൊരുക്കി. നേതാക്കളും പോലീസും ഇടപെട്ട രംഗം ശാന്തമാക്കുകയായിരുന്നു. പ്രതിഷേധ യോഗം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം എന്ന നിലയ്ക്ക് ആ പാവപ്പെട്ട ഒറ്റയാളായി വന്ന ആ കബീറിനെ ഈ കോൺക്രീറ്റിന്റെ മുന്നിലിട്ട് അടിച്ച് നിലംപരിശാക്കുന്ന സമീപനം സ്വീകരിച്ചു. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ആ സഖാവിനെ അടിച്ചതിന് ശേഷം ഇവന്മാർ വീരവാദം മുഴക്കുകയാണ്. ഈ കമ്പനിക്ക് മുന്നിൽ നിന്ന് വീരവാദം മുഴക്കുകയാണ്. അങ്ങനെ വീരവാദം മുഴക്കുമ്പോൾ ആ സഖാവ് കുടമണ്ടയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് VP ബഷീറിനെ ഫോണിൽ വിളിച്ചു. VP ബഷീർ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ അടിവാട് യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം നീല ഉടുപ്പിട്ട് CITUവിന്റെ ഉടുപ്പിട്ട് അടിവാട് ടൗണിൽ അന്ന് ആ സമയത്ത് ചുമടെടുക്കുകയാണ്. ആ സഖാവിനെ വിളിച്ചപ്പോൾ കബീർ ആയതുകൊണ്ട് ആ സഖാവ് ഒരിക്കലും കരുതിയില്ല ഇവിടെ ഒരു അടി ഉണ്ടായിട്ടാണ് വിളിക്കുന്നത് എന്ന് കരുതിയില്ല. കാരണം കബീർ അത്ര സൈലന്റായി ആളുകളുമായി ഇടപെടുകയും മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുകയും നല്ല മനുഷ്യസേവകയുമായ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഈ കൂടി നിൽക്കുന്ന ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ VP ബഷീർ എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി അവിടെ നിന്നും ആരോടും പറയാതെ വണ്ടിയെടുത്ത് അടിവാട് നിന്നും ആ സമയത്ത് ഇവിടെ എത്തി. ആ സഖാവ് ഇവിടെ ഉണ്ട്. ആ സഖാവ് വരുമ്പോൾ വീണ്ടും ഈ കബീറിനെ അവർ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് കാണുന്നത്. CPIM ലോക്കൽ സെക്രട്ടറി MM ബക്കർ, ബ്രാഞ്ച് സെക്രട്ടറി VP ബഷീർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK മുഹമ്മദ്, NS ഷിജീബ്, KM നൂറുദ്ദീൻ, റിയാസ് തുരുത്തേൽ, വാർഡ് മെമ്പർ AA രമണൻ, CITU യൂണിയൻ സെക്രട്ടറി PC അനിൽകുമാർ, DYFI മേഖലാ സെക്രട്ടറിമാരായ മുഹ്സിൻ മുഹമ്മദ്, MA ഷമീം, മേഖലാ പ്രസിഡന്റ് ഹക്കീം ഖാൻ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം അക്രമത്തിൽ പരിക്കേറ്റതിന്റെ പേരിൽ പ്ലൈവുഡ് കമ്പനിയുടെ ഭാഗത്തുള്ള 2 പേരും കോതമംഗലം ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് വിവരം. പോത്താനിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും നശിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ മാത്തപ്പാറ ഭാഗത്ത് താമസിക്കുന്ന പീറ്റർ വട്ടക്കുഴിയലിന്റെ വീടാണ് ഇടിഞ്ഞു വീണത്. വാർഡ് ജനകീയ സമിതി അംഗങ്ങളായ ഷബീർ MA, സോജി സോമൻ, സുകുമാരൻ താന്നിക്കാമറ്റം, ഫൈസൽ മൈദീൻ, വിനയ വർദ്ധന ഘോഷ്, സജി NR എന്നിവർ സംഭവ സ്ഥലം സന്ദർശിച്ചു. വിനയന്റെ അടുത്ത് പിള്ളേരെ കൊണ്ടൊക്കെ ഭയങ്കര പേടിച്ചാണ് കഴിയണത്. അതിനകത്ത് ഈ കഴിഞ്ഞ രാത്രിയിലാണ് ഇത്രയും അപകടം സംഭവിച്ചത്. ഞങ്ങളെല്ലാം അയലക്കത്തുള്ള എല്ലാം ഉറങ്ങാതെയും പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇവരുടെ കാര്യം ഓർത്ത് ഭയങ്കര കഷ്ടത്തിലാണ് ഇവരുടെ ജീവിതം. ഒരാൾ നടന്നാണ് കുടുംബം നടത്തുന്നത്. അപ്പോൾ ഈ വീട് എങ്ങനെയും എത്രയും പിടിയും നന്നാക്കി ഒരു പുതിയ വീട് കിട്ടാൻ ഭയങ്കര ആഗ്രഹം ഇവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് അയലക്കത്തുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇങ്ങനെയാണ് ശോചനീയാവസ്ഥ ഇരിക്കണ അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ് പേടിച്ച് ഉറക്കമില്ല. ഞങ്ങൾ അയലക്കത്തോരാരും ഉറക്കമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ കൗൺസിലിൽ വീണ്ടും കലുഷിതമായി. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര യോഗത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. മർച്ചന്റ്സ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വ്യാപാരികൾക്കായി പഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെതിരെ പരാതി നൽകി മുസ്ലിം യൂത്ത് ലീഗ്.
കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. മുട്ടത്തെ വ്യാപാര രംഗത്ത് സുവർണ ജൂബിലി നിറവിലെത്തിയ KA പരീദ് ഖാനാപുരത്തിന്റെ ജൂബിലി ആഘോഷം നടത്തി. ചടങ്ങിൽ PG ജോസഫ് MLA കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.